നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. വിഷുഫലത്തിലേക്ക് നമുക്ക് കിടക്കാം. കാർത്തിക നക്ഷത്രം. ഈ വർഷത്തെ വിഷുഫല ചിന്തനയിൽ മധ്യഷൽക്കത്തിലാണ് കാർത്തിക നക്ഷത്രം ഉൾപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വിഷുഫലം ഇവർക്ക് വളരെയധികം ഗുണകരമാണ്. കാർത്തിക മേടം രാശിക്കാരെ അപേക്ഷിച്ച് ഇടവം രാശിയിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാർക്കാണ് കൂടുതൽ ഗുണഫലം അനുഭവമാവുക. ദൂരദേശ യാത്രകൾ ഫലവത്താവുകയും സാമ്പത്തികമായിരിക്കുന്ന ഉന്നതിയും കർമ്മ പുരോഗതിയും ഫലമാകുന്നു. തടസ്സത്തിലിരുന്നതോ ലഭിക്കില്ല എന്ന് കരുതിയതോ ആയ ധനം കൈവശം വന്നു ചേരും. തൊഴിൽ രംഗത്തെ നേട്ടങ്ങൾക്ക് വഴിയൊരുങ്ങും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭ്യമാകുവാനും മെച്ചപ്പെട്ട അവസരങ്ങൾ നേടിയെടുക്കുവാനും യോഗമുണ്ട്. ഏറ്റെടുക്കുന്ന ജോലികൾ ഭംഗിയായിട്ട് നിറവേറ്റുവാനും സാധിക്കും. വിദേശ ജോലിക്ക് പരിശ്രമിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും അനുകൂലമായ സമയമാണ്. വീട് മോടി പിടിപ്പിക്കുവാനോ വാഹനം വാങ്ങുവാനോ യോഗമുണ്ട്. അകൽച്ചയിലായിരുന്ന വ്യക്തികളുമായിട്ട് യോജിക്കുവാൻ അവസരമുണ്ടാകും. പൊതുവെ എല്ലാ കാര്യങ്ങളിലും ധീരതയും പ്രവർത്തനക്ഷമതയും പ്രകടിപ്പിക്കുക വഴിയായിട്ട് കാര്യവിജയം ഉണ്ടാകുന്നതാണ്. സ്ഥലമാറ്റം ആഗ്രഹിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും കാര്യസാധ്യമുണ്ടാകും. ബാധ്യതകൾ കുറയ്ക്കുവാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും ഫലം കാണുന്നതാണ്. മുൻകാല ചെയ്തികളുടെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കേണ്ടതായിരിക്കുന്ന അവസ്ഥയും വന്നു ചേർന്നേക്കാം. അസൂയാലുക്കളുടെ പ്രവർത്തനങ്ങൾ നിമിത്തമായിട്ട് വന്നു ചേരുന്ന പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യേണ്ടതായിരിക്കുന്ന ഒരു അവസ്ഥയും വന്നു ചേരും. ശത്രുതാപരമായിട്ട് പ്രവർത്തിച്ച വ്യക്തികൾ മിത്രഭാവത്തിൽ അടുത്തുകൂടും എന്നതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധ വേണം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും സാഹിത്യകാരന്മാർക്കും ഉയർച്ച അനുഭവമാകുന്നതാണ്. ദോഷപരിഹാരാർത്ഥമായി ഭഗവതി ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും ഭാഗ്യസൂക്താർച്ചന വഴിപാട് നടത്തുന്നതും ത്രിപുരസുന്ദരി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ്. എല്ലാവർക്കും നന്മ വരുത്തുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.